SSLC type 5 questions. To find the remainder when an arithmetic sequence of numbers are divided by the common difference. ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ വരുന്ന ശിഷ്ടം കണ്ടുപിടിക്കുന്നത്. അതിനുവേണ്ടി നമുക്കൊരു അരിത്മെറ്റിക് സീക്വൻസ് കൺസിഡർ ചെയ്യാം. 5, 8, 11 ഇങ്ങനെ പോകുന്ന ഒരു അരിത്മെറ്റിക് സീക്വൻസ്. അപ്പൊ ഇതിനകത്ത് ഇതിന്റെ കോമൺ ഡിഫറൻസ്, ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് 3 ആണ്. അപ്പോൾ ഇതിലെ ഓരോ നമ്പേഴ്സിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം എന്തായിരിക്കും, റിമൈൻഡർ എന്തായിരിക്കും? സോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യത്തെ നമ്പർ 5 എടുത്തു. 5നെ കോമൺ ഡിഫറൻസ് ആയ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ എന്ത് കിട്ടും? എത്ര വരും? റിമൈൻഡർ 2. അപ്പൊ 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 2 ആണ്. ഇനി 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താ? 8 ഡിവൈഡഡ് ബൈ 3, 2 തന്നെ. 11നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 2 തന്നെ. അപ്പൊ ഇവിടെ നിന്ന് ഒരു കാര്യം ഓർക്കുക, ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ഏതൊരു നമ്പറിനെയും കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ ശിഷ്ടം തുല്യമായിരിക്കും. അപ്പൊ ആ ഒരു ശിഷ്ടം കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനെ ഓരോ സീക്വൻസ്, ഓരോ നമ്പേഴ്സും എടുത്ത് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് സാധാരണ റിമൈൻഡർ കണ്ടുപിടിക്കുന്ന പോലെ കണ്ടുപിടിക്കേണ്ട ആവശ്യം ഇല്ല. എന്ത് ചെയ്താൽ മതി? 5, 8, 11 എന്ന അരിത്മെറ്റിക് സീക്വൻസ് തന്നാൽ അതിന്റെ ഓൾജിബ്രിക് ഫോം എഴുതുക. ഓൾജിബ്രിക് ഫോം an+b. ഒരുപക്ഷെ ചിലപ്പോൾ ക്വസ്റ്റിനകത്ത് ഓൾജിബ്രിക് ഫോം ആയിരിക്കും തരിക. സോ ആ ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ തന്ന അരിത്മെറ്റിക് സീക്വൻസ് 5, 8, 11 എന്ന അരിത്മെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം എന്താണ്? an+b. a കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് 3 ആണ്. 3n പ്ലസ് 3നോട് 2 കൂട്ടിയാലാണ് 5 കിട്ടുക. സോ ബിയുടെ സ്ഥാനത്ത് നമ്മൾ 2 കിട്ടും. അപ്പൊ ഈ സീക്വൻസിനകത്ത് ഇതിനകത്തുള്ള എല്ലാ നമ്പേഴ്സിന്റെയും പൊതു സ്വഭാവമാണ് xn = 3n+2 എന്നുള്ളത്. 3ന്റെ മൾട്ടിപ്പിളിനോട് 2 കൂട്ടിയാൽ കിട്ടുന്ന നമ്പേഴ്സ് ആണ് ഇതെല്ലാം. അപ്പൊ ഇവിടെ ഈ ഒരു സീക്വൻസിലെ ഏതൊരു നമ്പറിനെ 3 എന്ന് പറഞ്ഞ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ ഏതാന്ന് ചോദിച്ചാൽ എന്തെഴുതിയാൽ മതി? ഈ ബിന്റെ വാല്യൂ എഴുതിയാൽ മതി. റിമൈൻഡർ ശിഷ്ടം = 2 ആണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ കൂടെ തരട്ടെ. xn = 4n+1 ആണെന്ന് വിചാരിക്കാം. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു. ഈ സമാന്തര ശ്രേണിയിലെ പദങ്ങളെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ വരുന്ന ശിഷ്ടം എന്താണ്? വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ദ അരിത്മെറ്റിക് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആർ ഡിവൈഡഡ് ബൈ ദ കോമൺ ഡിഫറൻസ് 4? ആൻസർ എഴുതാം. എന്തെഴുതാം? റിമൈൻഡർ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. റിമൈൻഡർ എന്തായിരിക്കും? ഈ അറ്റത്തുള്ള ബിയുടെ വാല്യൂ ആയിരിക്കും എന്ത്? 1. ഞാൻ ഒരു എക്സാമ്പിളും കൂടെ തരാം. ഫസ്റ്റ് ടേം 19, ഓക്കെ. സെക്കൻഡ് ടേം 23, തേർഡ് ടേം 27, ഫോർത്ത് ടേം 31. അങ്ങനെ പോകുന്ന ഒരു അരിത്മെറ്റിക് സീക്വൻസ്. ഇതിന്റെ ഓൾജിബ്രിക് ഫോം എഴുതുകയാണെങ്കിൽ what you get? an+b കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എന്താണ്? 4 ആണ് കോമൺ ഡിഫറൻസ്. സോ 4n പ്ലസ് 4നോട് 15 കൂട്ടിയാലാണ് ഫസ്റ്റ് ടേം ആയ 19 കിട്ടുക. സോ നമ്മൾ 4n+15 എന്ന് എഴുതും. അപ്പോൾ ഇവിടെ ചോദിക്കുന്നു ക്വസ്റ്റ്യൻ, ഇതിലെ ഓരോ നമ്പറിനെ, ഓരോ ടേം സമാന്തര ശ്രേണിയിലെ പദങ്ങളെ പൊതുവ്യത്യാസം 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ എന്ത് എഴുതി വെക്കും? 15 എന്ന് എഴുതും. എന്നാൽ ഇതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്ത് നോക്കാം. ആദ്യത്തെ ടേം ആയ 19നെ കോമൺ ഡിഫറൻസ് ആയ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. what do you get? 4 4s are 16. റിമൈൻഡർ എന്താ വന്നത്? 3. ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ 4 ആണ് അല്ലെ? അപ്പൊ നേരത്തെ ചെയ്തതിൽ നോക്കാം. 4n+1 എന്ന് വന്നപ്പോൾ റിമൈൻഡർ നമ്മൾ എഴുതി എന്താണെന്ന്? 1 ആണെന്ന്. കാരണം ഈ 1 4നേക്കാളും ചെറുതാണ്. ഇവിടെ ഈ 15 എന്ന് പറയുന്നത്, ബിയുടെ സ്ഥാനത്തുള്ള 15 എന്ന് പറയുന്നത് 4നേക്കാളും വലിയ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ റിമൈൻഡർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ 15നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന
റിമൈൻഡർ കണ്ടാൽ മതി. അപ്പൊ 15നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ റിമൈൻഡർ കിട്ടുക? 3. സോ റിമൈൻഡർ എന്താണ്? 3 ആണ്. അപ്പൊ ഈ രണ്ട് കാര്യം ഓർത്ത് വെക്കുക. ഓൾജിബ്രിക് ഫോമില് xn is equal to an plus bയില് ഇഫ് എല്ലാ ടേംസിനെ a കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ കാണാൻ ഈ എയും ബിയും തമ്മിലുള്ള ബന്ധം നോക്ക്. എ വലുതും ബി ചെറുതുമായ, എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞാൽ എ വലുത് ബി ചെറുത്, ഈ ചിഹ്നമിട്ട ബി ചെറുതായാൽ റിമൈൻഡർ എന്തായിരിക്കും? ബി തന്നെ ആയിരിക്കും. എന്നാൽ എ ചെറുതും ബി വലുതുമായാൽ റിമൈൻഡർ എന്തായിരിക്കും? ആ ബിനെ എ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കും. ഇത് ഓർത്തോളൂ. an പ്ലസ് ബി വന്നാൽ കോമൺ ഡിഫറൻസിനേക്കാളും ചെറിയ നമ്പറാണ് ബി എങ്കിൽ റിമൈൻഡർ ഡയറക്റ്റ് ആയിട്ട് ആ ബി അങ്ങ് എടുത്തെഴുതിയാൽ മതി. എന്നാൽ കോമൺ ഡിഫറൻസിനേക്കാളും വലുതാണ് ബി എങ്കിൽ ആ ബിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന നമ്പർ നോക്കിയാൽ മതി. അല്ലാതെ ഓരോ ടേമും എടുത്ത് ടേം കണ്ടുപിടിച്ച് ടേം എടുത്ത് അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട കാര്യം ഇല്ല. SSLC ക്വസ്റ്റ്യൻ ചെയ്യാം. ടെക്സ്റ്റ് ബുക്കില് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടില്ല. സോ നമുക്ക് ഒരു SSLC ക്വസ്റ്റ്യൻ ചെയ്യാം. The algebraic expression of an arithmetic sequence is 6n plus 1. Write the sequence. A question. B part. What is the remainder when the terms are divided by 6? C. Write the algebraic expression of the sequence obtained by the natural numbers which leaves a remainder 2 on division by 6. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 6n+1 ആകുന്നു. ശ്രേണി എടുക്കുക. ഒന്നാമത്തെ ചോദ്യം. ബി. ഈ ശ്രേണിയിലെ പദങ്ങളെ 6 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര? മൂന്നാമത്തെ ചോദ്യം. 6 കൊണ്ട് ഹരിച്ചാൽ 2 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. വളരെ എളുപ്പമുള്ള ചോദ്യമാണിത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നമുക്ക് ഓൾജിബ്രിക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. xn is equal to 6n plus 1 എന്ന് പറഞ്ഞ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. സോ വി ക്യാൻ ആൻസർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സീക്വൻസ്. ശ്രേണി എഴുതാം. അപ്പൊ ശ്രേണി എഴുതണമെങ്കിൽ ഇവിടെ നിന്ന് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ പറ്റും. n മറച്ചു പിടിച്ചാൽ നമുക്ക് എന്ത് കാണാം? 6+1. സോ 7 ആണ് ആദ്യത്തെ ടേം. രണ്ടാമത്തെ ടേം കിട്ടണമെങ്കിൽ കോമൺ ഡിഫറൻസ് കൂട്ടണം. അപ്പൊ ഓൾജിബ്രിക് ഫോമിനകത്ത് കോമൺ ഡിഫറൻസ് എന്താണ്? എന്നിന്റെ കൂടെയുള്ള നമ്പർ 6. അപ്പൊ ആ 6 കൂട്ടി കൂട്ടി പോയാൽ മതി. അപ്പൊ 7+6 13 കിട്ടും. 13+6 19 കിട്ടും. 19+6 25 കിട്ടും. അങ്ങനെ തുടർന്ന് പോകുന്നു. ഇതാണ് ഒന്നാമത്തതിന്റെ ആൻസർ തന്നിരിക്കുന്ന അരിത്മെറ്റിക് സീക്വൻസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ദ ടേംസ് ആർ ഡിവൈഡഡ് ബൈ 6? ഈ ശ്രേണിയിലെ പദങ്ങളെ 6 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര? അപ്പൊ 6 എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആയിരിക്കും. അങ്ങനെ ക്വസ്റ്റ്യൻ വരുള്ളൂ. കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? ഈ ഓൾജിബ്രിക് ഫോം കണ്ട അപ്പൊ എഴുതാം നിങ്ങൾക്ക്. എന്താ? ഈ ബി നോക്കിയാൽ മതി. ബി 6നേക്കാളും അതായത് എനേക്കാളും ചെറുതാണെങ്കിൽ അതായിരിക്കും ശിഷ്ടം. എന്താ ആൻസർ? 1. അല്ലാതെ ഓരോ ടേമും എടുത്ത് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട കാര്യം ഇല്ല. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇത് വെച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. 6 കൊണ്ട് ഹരിച്ചാൽ 2 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. Write the algebraic expression of the sequence obtained by the natural numbers which leaves a remainder 2 on division by 6. അതിന്റെ algebraic ഫോം എഴുതാനാണ് പറഞ്ഞത്. xn is equal to ഏത് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? 6 കൊണ്ട്. അപ്പൊ എങ്ങനെ എഴുതാ? 6n. എന്താണ് റിമൈൻഡർ കിട്ടേണ്ടത്? 2 റിമൈൻഡർ കിട്ടണം. അപ്പൊ എന്തെഴുതാ? +2. xn is equal to 6n+2. ഒറ്റയടിക്ക് ആൻസർ എഴുതാം. അല്ലാതെ കൂടുതലായിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഈ മെത്തേഡിൽ തന്നെ ഈ ക്വസ്റ്റ്യന് ആൻസർ എഴുതി ശീലിക്കുക. അടുത്തൊരു SSLC ക്വസ്റ്റ്യൻ. The algebraic expression of an arithmetic sequence is 8n plus 11. Write the common difference of the sequence. A part.
B part, what is the remainder got when each term of the sequence is divided by the common difference? ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 8n+11 ആകുന്നു. ഇതിന്റെ പൊതുവ്യത്യാസം എഴുതുക. ഈ ശ്രേണിയിലെ പദങ്ങളെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എന്ത്? അപ്പൊ നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? ഓൾജിബ്രിക് ഫോം ആണ് തന്നിരിക്കുന്നത്. xn = 8n+11. ഇപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കോമൺ ഡിഫറൻസ് എഴുതാം, പൊതുവ്യത്യാസം എഴുതാം. ഓൾജിബ്രിക് ഫോം തന്നാൽ പൊതുവ്യത്യാസം എഴുതാൻ എളുപ്പമാണ്. എന്താ, എന്നിന്റെ കൂടെയുള്ള നമ്പർ ഏതാണെന്ന് മാത്രം നോക്കിയാൽ മതി. ഏതാണിത്? 8. അപ്പൊ ഒന്നാമത്തെ ആൻസർ 8. രണ്ടാമത്തതിന്റെ ആൻസർ വാട്ട് ഈസ് ദ റിമൈൻഡർ ഗോട്ട് വെൻ ഈച്ച് ടേം ഓഫ് ദ സീക്വൻസ് ഇസ് ഡിവൈഡഡ് ബൈ ദ കോമൺ ഡിഫറൻസ്. ഇതിലുള്ള ഓരോ ടേമിനെയും കോമൺ ഡിഫറൻസ് ആയ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്, റിമൈൻഡർ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുക എന്താ, ഈ ബി അങ്ങ് എടുത്ത് എഴുതുക സാധാരണ ചെയ്യുക. എന്നാൽ ഈ ക്വസ്റ്റ്യനകത്ത് നമ്മുടെ എയിനേക്കാളും വലുതാണ് ബി. എയിനേക്കാളും വലുതാണ് ബി എങ്കിൽ എന്ത് ചെയ്യുക? ഈ ബിയെ, അതായത് ഈ 11നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ശിഷ്ടം നോക്ക്. 11നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വരുന്ന ശിഷ്ടം 3. എന്താ വരിക? ആൻസർ 3. Next SSLC question. The algebraic form of an arithmetic sequence is 6n+5. Find the remainder if any term of the sequence divided by 6. ബീജഗണിത രൂപം 6n+5 ആയ സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും ഒരു പദത്തെ 6 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം എത്ര? അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് xn ഓൾജിബ്രിക് ഫോം ആണ്. എന്താ തന്നിരിക്കുന്നത്? 6n+5. ഇതിലെ ഓരോ സീക്വൻസിനെ, ഓരോ നമ്പറിനെ, ഓരോ ടേമിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താലുള്ള റിമൈൻഡർ എത്രയാണ്, ശിഷ്ടം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഒറ്റയടിക്ക് എഴുതാൻ പറ്റുമോ? ബി നോക്കിയാൽ മതി. 5 ആണ്, ഇതിനേക്കാളും ചെറുതാണ്. അപ്പൊ എന്തെഴുതാ? അത് തന്നെ എഴുതി വെക്കുക. സോ ആൻസർ എന്താണ്? 5. SSLC question. The algebra of an arithmetic sequence is 4n-1. What is the common difference? What is the remainder when each term is divided by the common difference? ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 4n-1 ആകുന്നു. പൊതുവ്യത്യാസം എന്ത്? ഈ ശ്രേണിയിലെ പദങ്ങളെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എന്ത്? അപ്പൊ ഒന്നാമത്തെ നമുക്ക് xn തന്നിട്ടുണ്ട് 4n-1 എന്ന്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് എന്നാണ്. പൊതുവ്യത്യാസം എന്താണ്? എന്നിന്റെ കൂടെയുള്ള നമ്പർ ഏതാണോ അതാണ് പൊതുവ്യത്യാസം. എന്താ വരിക? 4. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ നേരത്തെ ചെയ്തതല്ല an+b എന്നാണ്. അങ്ങനെ an+b ഫോമിൽ എഴുതുവാണെങ്കിൽ നമ്മൾ റിമൈൻഡർ എഴുതുന്നത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എഴുതുമ്പോൾ ഈ ബി അങ്ങ് എടുത്ത് എഴുതുകയാണ് ചെയ്യാറ്. ഈ ബി നമ്മൾ എടുത്തെഴുതുമ്പോൾ എന്താ വരിക? -1 ആണ് വരിക, ആണല്ലോ. സോ നമ്മൾ റിമൈൻഡർ ആയിട്ട് ഒരിക്കലും -1 എഴുതാറില്ല. അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്താൽ മതി? ഈ 2 നമ്പേഴ്സ് നമ്മൾ ഫസ്റ്റ് ടേം ഏതാണോ കിട്ടുന്നതെന്ന് നോക്കിയാൽ മതി. ഫസ്റ്റ് ടേം എന്താ വരിക? 4 - 1 3. സോ റിമൈൻഡർ എന്ത് വരും? 3 എന്ന് എഴുതിയാൽ മതി. ഫോർ എക്സാമ്പിൾ 6n-5 വന്നാൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താലുള്ള റിമൈൻഡർ ചോദിച്ചാൽ എന്ത് എഴുതിയാൽ മതി? 1. 6ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 എഴുതിയാൽ മതി. ഇത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 11ലെ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ഇത് സത്യത്തിൽ നമ്മൾ ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എഴുതേണ്ടതായിരുന്നു. അത് ഇവിടേക്ക് വെച്ചത് ഇപ്പോൾ നിങ്ങൾക്ക് ആ ശ്രേണി എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇവിടെ ആഡ് ചെയ്തത്. ക്വസ്റ്റ്യൻ വായിക്കാം. റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 ആൻഡ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും 2 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും ശ്രേണി എഴുതും. അങ്ങനെ ചോദിക്കുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകൾ. അതെങ്ങനെയാണ് ഓൾജിബ്രിക് ഫോമിൽ എഴുതുക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരണം. അപ്പൊ അതിനെങ്ങനെ എഴുതും? 3n+1 എന്നായിരിക്കും അതിന്റെ ഫോം, ആണല്ലോ. അപ്പൊ നമുക്ക് സീക്വൻസ് എഴുതാൻ ഈസിയാണ്. സോ സീക്വൻസ് എന്താണ്? ഫസ്റ്റ് ടേം എഴുതാം, n മറച്ചു വെക്കുക. അപ്പൊ 3 + 1 വരും 4. അടുത്തത് കോമൺ ഡിഫറൻസ് 3 കൂട്ടി എഴുതാം. സോ 7, 10, 13 അങ്ങനെ. ഇനി രണ്ടാമത്തെ ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ.
സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. 3 കൊണ്ട് ഹരിച്ചാൽ 2 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യ. അതിന്റെ ബീജഗണിത രൂപം എങ്ങനെയായിരിക്കും? 3 കൊണ്ട് ഹരിച്ചാൽ 2 ശിഷ്ടം വരുന്നതിന്റെ ഓൾജിബ്രിക് ഫോം xn ഈസ് ഈക്വൽ ടു 3n പ്ലസ് 2 എന്നായിരിക്കും. അപ്പോൾ സീക്വൻസ് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടേം n മറച്ചു വയ്ക്കുക. അപ്പൊ 3 പ്ലസ് 2 കിട്ടും 5. പിന്നെ കോമൺ ഡിഫറൻസ് 3 ആഡ് ചെയ്ത് പോവുക. 8, 11, 14 അങ്ങനെ പോകും. സീക്വൻസ് എഴുതാൻ പറഞ്ഞാൽ ആദ്യം അതിന്റെ ഓൾജിബ്രിക് ഫോം എഴുതാം. ആ ഓൾജിബ്രിക് ഫോമിൽ നിന്ന് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിച്ച് സീക്വൻസ് എഴുതുക.